ADGP MR അജിത് കുമാറിനെതിരെ തൽക്കാലം നടപടിയില്ല. ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടെങ്കിലും മുഖ്യമന്ത്രി വഴങ്ങിയില്ല. ADGP RSS നേതാക്കളെ കണ്ടത് യോഗത്തിന്റെ അജണ്ടയിൽ പോലും ഉണ്ടായിരുന്നില്ല. RJD ആവശ്യപ്പെട്ടതനുസരിച്ചാണ് വിഷയം ചർച്ചയ്ക്കെടുത്തത്. CPIയും RJDയും NCPയും MR അജിത് കുമാറിനെ നീക്കണമെന്നാവശ്യപ്പെട്ടു. അന്വേഷണം നടക്കുകയാണെന്നും റിപ്പോർട്ട് വന്നതിന് ശേഷം നോക്കാമെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തിന് മുന്നിൽ ഘടകകക്ഷികൾ വഴങ്ങി. ADGP അജിത് കുമാർ അദ്ദേഹം RSSകാരുമായി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്താണ് അയാൾ കൂടിയാലോ നടത്തി, എന്താണ് ചർച്ച എന്നുള്ളതാണ് പ്രധാന പരിശോധിക്കേണ്ട വിഷയം. ഇത്തരം അന്വേഷണ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെ സംരക്ഷിക്കില്ല, കടുത്ത നടപടിക്ക് വിധേയമാക്കും എന്ന് തന്നെയാണ് ഗവൺമെന്റ് നിലപാട്. ആ നിലപാടിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർവ്വവിധ പിന്തുണയും നൽകുന്നുണ്ട്. യോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ADGP RSS നേതാക്കളെ കണ്ടത് ചർച്ച ചെയ്യണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ നിലപാടിൽ യാതൊരു വെള്ളവും വരുത്തില്ല. ഞങ്ങളാണ് ആദ്യം തീരുമാനം മുഖ്യമന്ത്രി പറഞ്ഞത് ഈ കാര്യം കൂടി, ഈ രാഷ്ട്രീയ പ്രശ്നം കൂടി അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരും. ഞങ്ങളുടെ പ്രതിനിധികൾ ഷഫീദ് റാവുത്തർ, ബി ദിലീപ് കുമാർ എന്നിവർ തത്സമയം. ആദ്യം ഷഫീദ് റാവുത്തറിലേക്ക്. ഷഫീദ്, ഇന്നിപ്പോൾ ഈ നിർണായകമായ LDF യോഗമെന്നാണ് നമ്മൾ ഇന്നലെ മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് യോഗത്തിന്റെ അജണ്ടയിൽ പോലും ഈ വിഷയം ഉണ്ടായിരുന്നില്ല എന്നൊക്കെയുള്ളത് അത്ഭുതമുളവാക്കുന്ന കാര്യം തന്നെയാണ്. അതിൽ പിന്നീട് RJDയുടെ ഭാഗത്തു നിന്നൊരു നിർദ്ദേശം വരുമ്പോഴാണ് ഈ വിഷയം ചർച്ചയ്ക്കെടുത്തത്. ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചർച്ചയായിരുന്നു പ്രധാനമെന്ന് കൺവീനർ പറയുന്നു. ഒപ്പം വയനാട് അതിജീവനം, അത് തീർച്ചയായും വേണ്ട ഒരു കാര്യം തന്നെയാണ്. എങ്കിൽ പോലും ഇത്ര പ്രധാനപ്പെട്ടൊരു വിഷയം അജണ്ടയിൽ പോലും വയ്ക്കാതെ LDFന്റെ നിർണായക യോഗം ഇന്ന് നടക്കുന്നു എന്ന് പറയുമ്പോൾ ഈ യോഗത്തിൽ ഉണ്ടായത് എന്താണ് എന്നതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യോഗത്തിൽ പലതരത്തിലുള്ള തീരുമാനങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അതടക്കമുള്ള കാര്യങ്ങളെ മുഖ്യമന്ത്രി നിഷ്പ്രഭമാക്കി എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതല്ലെങ്കിൽ ADGP MR അജിത് കുമാറിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ്, സംരക്ഷിക്കുകയാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. നിലവിലിപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ ആരോപണം RSS നേതാക്കളുമായി ADGP MR അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ചയായിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ LDFിലെ മിക്ക ഘടകകക്ഷികൾക്കും എതിരഭിപ്രായം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് CPIക്കടക്കം കടുത്ത അതൃപ്തി. RJD പരസ്യമായും അതേപോലെ തന്നെ മുന്നണിക്കുള്ളിലും പാർട്ടിയും ഒക്കെ ഇക്കാര്യം അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്ന് ഈ യോഗത്തിന് കയറും മുൻപ് RJD നേതാക്കൾ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞതും തങ്ങൾ ആ നിലപാട് യോഗത്തിൽ അറിയിക്കുമെന്നുള്ളതാണ്. പക്ഷേ ആ യോഗത്തിന്റെ അജണ്ടയിൽ എവിടെയെങ്കിലും ഈ ADGPയും RSS നേതാക്കളുമായ കൂടിക്കാഴ്ചയോ ആരോപണങ്ങളോ പുതിയ രാഷ്ട്രീയ വിവാദങ്ങളോ ഉണ്ടായിരുന്നില്ല. പകരം RJD അതുമായി ബന്ധപ്പെട്ട് ഈ വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് അതിൽ ചർച്ച നടന്നത്. CPIയും RJDയും ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ ഈ വിഷയം സർക്കാരിനെ ധരിപ്പിച്ചു. പ്രത്യേകിച്ച് RSSുമായിട്ടുള്ള സംസ്ഥാന പോലീസ് തലപ്പത്തെ രണ്ടാമത്തെ കൂടിക്കാഴ്ച അത് അണികൾക്കിടയിലടക്കം വലിയ തരത്തിൽ സംശയത്തിന് ഇട നൽകുമെന്ന് CPIയും RJDയും അറിയിച്ചു. അത് ഇടത് നയസമീപനങ്ങൾക്ക് ചേർന്ന രീതിയല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയിച്ചു. കൂടാതെ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്നും CPIയും അതേപോലെ തന്നെ RJDയും അഭിപ്രായപ്പെട്ടു. എന്നാൽ മുഖ്യമന്ത്രി ആ വിഷയത്തിൽ പറഞ്ഞത് രാഷ്ട്രീയ ആരോപണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാം. നിലവിൽ അന്വേഷണം നടക്കുകയല്ലേ, അന്വേഷണം തീർത്തിട്ട് തെറ്റെന്ന് കണ്ടെത്തിയാൽ നടപടിയെടുക്കാമെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ വിശദീകരിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നാലെ അതിനുശേഷം കടുത്ത അഭിപ്രായത്തിലേക്ക് മറ്റ് ഘടകകക്ഷികൾ കടന്നിട്ടില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം LDF കൺവീനർ വിശദീകരിക്കുമെന്നല്ലാതെ മറ്റ് കാര്യങ്ങളൊന്നും ഈ ഇടതുമുന്നണി യോഗത്തിന് ശേഷം പറഞ്ഞതുമില്ല. അതേസമയം ഇടതുമുന്നണി കൺവീനറായ TP രാമകൃഷ്ണൻ ഇക്കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്: ADGP RSS കൂടിക്കാഴ്ച അല്ല പ്രശ്നം, കണ്ടത് എന്തിനെന്നുള്ളതാണ് പ്രശ്നം. മാത്രവുമല്ല, പ്രശ്നത്തെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. അതിനുമപ്പുറത്തേക്ക് അദ്ദേഹം പറയുന്നു, യോഗം പ്രധാനമായും ചർച്ച ചെയ്തത് മുന്നണി സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഉപതെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളുമാണ്. അതേസമയം ഈ RSSനുള്ള ശക്തമായ എതിർപ്പുള്ള ആളാണ് താനെന്ന് പറയുമ്പോഴും ADGP ഈ RSS നേതാക്കളെ കണ്ട കാര്യത്തിലെ രാഷ്ട്രീയ ശരിതെറ്റുകളെക്കുറിച്ച് ഇന്ന് LDF കൺവീനർ ഒരു ചർച്ചയിലേക്ക് കടന്നില്ല. അതല്ലെങ്കിൽ അദ്ദേഹം അത് മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് വിശദീകരിക്കാൻ തയ്യാറായില്ല. മാത്രവുമല്ല, അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ PV അൻവറിന് പുതിയ ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം എഴുതി തരട്ടെ എന്നുള്ള ഒരു സംരക്ഷണ നിലപാടാണ് ഇന്ന് LDF കൺവീനറും കൈക്കൊണ്ടത്. അനുജ,
ബി ദിലീപ് കുമാറിലേക്ക് കൂടി. ദിലീപ്, ഇപ്പോൾ ഇതിൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്നൊരു കാര്യമാണ്, എന്നൊരു ന്യായമാണ് മുഖ്യമന്ത്രി ഈ യോഗത്തിൽ പറഞ്ഞതെന്നാണ് അറിയുന്നത്. ഈ അന്വേഷണം നടക്കുന്നുണ്ട് എന്നറിയെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം CPIയുടെ പ്രതികരണവും RJDയുടെ പ്രതികരണവും തൊട്ട് മുൻപ് പോലും വന്നത്. RJD കൃത്യമായി തന്നെ പറയുന്നത് ADGPയെ മാറ്റി നിർത്തണം എന്നതാണ്. CPIയുടെ ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. ഇത് ദേശീയ തലത്തിൽ തന്നെ ഈ വിഷയം ചർച്ചയായിട്ടുണ്ട് എന്ന് പറയുകയാണ്. അതുകൊണ്ട് റിപ്പോർട്ട് തേടി, അടിയന്തര റിപ്പോർട്ട്. ഇപ്പോൾ ഈ യോഗത്തിൽ ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ നടക്കുമ്പോൾ, ഇവർക്ക് വഴങ്ങേണ്ടി വരുമ്പോൾ, ഇനി അടുത്ത ദിവസങ്ങളിൽ ഇവരെന്ത് പറയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? ഇവരുടെ തന്നെ നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ ഇത് കഴിയുമോ? ഇവർക്ക് കഴിയുമോ? ദേശീയ നേതൃത്വത്തെ CPIക്ക് അതുപോലെ തന്നെ മറ്റ് ഘടകകക്ഷികൾക്ക് സ്വയം ബോധ്യപ്പെടുത്താനെങ്കിലും കഴിയുമോ ഈ തീരുമാനം? അനുജ, RSS നേതാക്കളുമായുള്ള ADGP MR അജിത് കുമാറിൻ്റെ കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തെ ഈ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയായിരിക്കണം അന്വേഷണം വേണ്ടത് എന്ന് പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച നേതാക്കളൊക്കെ ഇന്ന് അകത്ത് പോയപ്പോൾ പുലി പോലെ വന്ന് പൂച്ച പോലെ പോകുന്ന രംഗത്തിനാണ് AKG സെൻറ്റർ പരിസരം സാക്ഷ്യം വഹിച്ചത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, RJD നേതാവ് വർഗീസ് ജോർജ് തുടങ്ങി ഇടതുമുന്നണിയിലെ ഘടകകക്ഷി നേതാക്കളെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാക്കുകളിൽ വിശ്വസിച്ചുകൊണ്ട് തിരിച്ച് AKG സെൻറ്ററിൽ നിന്ന് പോവുകയാണ് ചെയ്തത്. ഈ വിഷയം LDF യോഗത്തിൻ്റെ അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല. നേരത്തെ അനുജ പറഞ്ഞതുപോലെ LDF കൺവീനർ TP രാമകൃഷ്ണൻ്റെ ഈ ഇന്നത്തെ മാധ്യമപ്രവർത്തകരുമായുള്ള സംസാരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ് ഉപതെരഞ്ഞെടുപ്പുകളും അതോടൊപ്പം തന്നെ വയനാട് അതിജീവനവുമാണ് ഈ അജണ്ടയിലുണ്ടായിരുന്നത്. പക്ഷേ അജണ്ടയ്ക്ക് പുറത്തു നിന്നുള്ള ഒരു ഇനമായി ഇത് ഉൾപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടത് RJD ആണ്. വർഗീസ് ജോർജ്, യോഗത്തിൽ പങ്കെടുത്ത RJD നേതാവ് വർഗീസ് ജോർജ് ഇക്കാര്യം ഉന്നയിച്ചു. മാത്രമല്ല, സംസ്ഥാനത്ത് RSSൻ്റെ വളർച്ച, അക്കാര്യവും ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാണ് വർഗീസ് ജോർജ് പറഞ്ഞത്. തുടർന്ന് മറ്റ് ഘടകകക്ഷികളും ഇതിനോട് യോജിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ യോഗത്തിന് മുമ്പ് തന്നെ CPIയും CPMും തമ്മിൽ ഏകദേശ ധാരണയായിരുന്നു. ഉഭയകക്ഷി ചർച്ച AKG സെൻറ്ററിൽ ഉണ്ടായിരുന്നു. ഏതാണ്ട് യോഗത്തിന് അരമണിക്കൂർ മുമ്പ് ബിനോയ് വിശ്വം AKG സെൻറ്ററിലെത്തി CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനും ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണനുമായും ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് ബിനോയ് വിശ്വം ഈ യോഗത്തിലേക്ക് കടന്നത്. ഏതായാലും മുഖ്യമന്ത്രി പറഞ്ഞത് ഇപ്പോൾ ഒരു അന്വേഷണം നടക്കുകയാണ്. അന്വേഷണ പരിധിയിൽ ഇതുമായി ഇപ്പോഴും ഉയർന്നിട്ടുള്ള ആരോപണങ്ങളുണ്ട്. അതുകൊണ്ട് ആ അന്വേഷണം കഴിയട്ടെ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതായത് തനിക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥർ, ADGPക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥർ തന്നെ ഈ അന്വേഷണ സംഘത്തിലുണ്ട്. DGPക്കാണ് സാങ്കേതികമായി ഈ അന്വേഷണത്തിൻ്റെ മേൽനോട്ടമെങ്കിലും. പക്ഷേ ആ കാര്യങ്ങളിലൊക്കെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ നിലപാട് വകവെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് അംഗീകരിച്ചുകൊണ്ട് ഘടകകക്ഷി നേതാക്കൾ യോഗം അവസാനിപ്പിച്ച് പുറത്തേക്കിറങ്ങുകയാണ് ചെയ്തത്. ഏതായാലും കേരളത്തെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ വിഷയമായ ഈ കാര്യത്തിൽ, അതായത് RSS നേതാക്കളുമായി ADGP ചർച്ച നടത്തിയതിനെതിരെ ഭരണപക്ഷത്തു നിന്നും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തു നിന്നും ആരോപണങ്ങൾ ഉയരുമ്പോൾ അക്കാര്യത്തിൽ വിശദമായ ചർച്ച നടത്താതെ LDF യോഗം അവസാനിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി ADGPയെ കൈവിടില്ല എന്ന സൂചനയാണ് ഇപ്പോഴെങ്കിലും ഈ യോഗത്തിന് നൽകിയിട്ടുള്ളത്. അതെ, അത്തരത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ ആ ഒരു തീരുമാനത്തിന് വഴങ്ങേണ്ടി വന്നിരിക്കുന്നു ഘടകകക്ഷികൾക്ക്. വരും ദിവസങ്ങളിൽ ഈ ഘടകകക്ഷി നേതാക്കൾ, പ്രത്യേകിച്ച് CPIയുടെ ഒക്കെ നേതാക്കൾ എന്ത് പ്രതികരണം നടത്തും മാധ്യമങ്ങളോട്, അവർ പ്രതികരിക്കാൻ തയ്യാറാകുമോ എന്നൊക്കെയുള്ളതാണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്.